ഹായ്, എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ആളുകളുടെയും ഏറ്റവും വലിയൊരു സംശയം എന്താണെന്നറിയോ? നമ്മുടെ ഒരു ബിസി ലൈഫ്, ഈ ബിസി ലൈഫും റിലേഷൻഷിപ്പും രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ ഒരു പേടി കൊണ്ട് തന്നെ പലരും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോലും പോകാറില്ല എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ ഭയങ്കര തിരക്കേറിയ ജീവിതമാണ്, അതിൻ്റെ ഇടയിൽ ആ ഒരു റിലേഷൻഷിപ്പ് കൂടി നോക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ വിചാരിച്ചിട്ട് പലപ്പോഴും പലരും ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, രണ്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതായത് റിലേഷൻഷിപ്പും അതുപോലെ നിങ്ങളുടെ ബിസി ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കത് ബാലൻസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ടൈമിനല്ല പ്രയോറിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള സ്ഥാനമാണ്, പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സമയം കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെ പ്രയോറിറ്റിക്കാണ്. മാത്രമല്ല, ഇപ്പം നിങ്ങൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അഫ്കോഴ്സ് അവർ നിങ്ങൾ സമയം കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യത്തിന് ഒരിക്കലും ഒരു വഴക്കുണ്ടാക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വളരെയധികം തിരക്കുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് കുറച്ചുകൂടി പ്രയോറിറ്റി നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾ എത്ര തിരക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കാര്യത്തിനോട് ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥതയുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കാം. എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തില്ലേ? കണ്ടെത്തും. കാരണം നിങ്ങൾക്ക് അത് അത്രയും പ്രിയപ്പെട്ടതാണെന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത്രയും പ്രിയപ്പെട്ടതായി കണ്ടു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള സമയം എന്തായാലും കിട്ടും. അതിപ്പോൾ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 5 മിനിറ്റ്, ആ ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ പറ്റും. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി, എനിക്ക് തിരക്കുണ്ട് കേട്ടോ, നിന്നെ മറന്നിട്ടില്ല, തിരക്കുള്ളത് കൊണ്ടാണ്, ഞാൻ ഫ്രീ ആകുമ്പോൾ ഉറപ്പായിട്ടും നിന്നെ ഞാൻ വിളിക്കാം എന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ മതി. അത് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അവർക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരാളായിരിക്കില്ല. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിരക്കേറിയ ജീവിതമൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരൊറ്റൊരു മെസ്സേജ് കിട്ടിയാൽ മതി, അവർ ഹാപ്പിയാവും. നിങ്ങൾ അവർക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രയോറിറ്റി, അതിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ക്വാണ്ടിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, ക്വാളിറ്റി ടൈമിന് പ്രാധാന്യം കൊടുത്താൽ മതി. അതായത് രണ്ടിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ക്വാണ്ടിറ്റി എന്നുള്ളതിൽ കാര്യമില്ല, കുറേ അളവിൽ നമ്മൾ കുറേ സമയം ചിലവഴിച്ചു എന്നുള്ളതിലല്ല പ്രാധാന്യം. കുറച്ച് സമയമേ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിലും ആ കുറച്ച് സമയം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. കുറച്ച് സമയം മതി, ആ സമയത്ത് തന്നെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചറിയുക, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാനുള്ളത് ആ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുകയും ആ രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്താൽ മതി. കുറച്ച് സമയമാണെങ്കിലും ആ കുറച്ച് സമയത്തിൽ നിങ്ങളുടെ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ കഴിയണം, അത്ര മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ പിന്നീട് അവർ പരാതികൾ പറയാൻ വരില്ല എന്നുള്ളതാണ്. അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസി ലൈഫും നിങ്ങളുടെ റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ വളരെ ഷോർട്ട് ആണെന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അവരോട് പറയുകയാണ്, എനിക്കിന്ന് തീരെ സംസാരിക്കാൻ പറ്റില്ല, തിരക്കാണ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ളൊരു ദിവസമാണെന്ന്, കുറച്ചുകൂടി വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, നീ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. അതായത് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നുണ്ട്, പക്ഷേ ചെറിയ തിരക്കുണ്ട്, അത്യാവശ്യമായിട്ട് നല്ല രീതിയിലുള്ള തിരക്കുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയുന്നത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ആദ്യം പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു തീർക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതല്ല, എന്നാലും പെട്ടെന്ന് പറഞ്ഞു തീർക്കുമ്പോൾ മേ ബി അവരെ ഷൗട്ട് ചെയ്യുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്നതായിട്ട് ഒരിക്കലും വരാൻ പാടില്ല. അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക, അതായത് എനിക്കിത് ഭയങ്കര തിരക്കാണ്, വിളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരമായിട്ട്, അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്, നിന്നെ വിളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, മാക്സിമം ഞാൻ നോക്കാട്ടോ, എന്നാലും ഉറപ്പില്ല, എന്നാലും എപ്പോഴും ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുവാണെങ്കിൽ അവരത് ഹാപ്പി ആവും. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിലാണെങ്കിൽ കൂടി അത് ക്ലിയർ ആക്കാൻ നോക്കുക, അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെക്ടേഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടുപേരും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതായത് ചിലപ്പോൾ ഡെയിലി 1 മണിക്കൂർ സംസാരിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എൻ്റെ ജോലി ഇതാണ്, അപ്പോൾ ഡെയിലി 1 മണിക്കൂർ സംസാരിക്കൽ പറ്റില്ല, 1 മണിക്കൂർ സംസാരിച്ചില്ല എന്ന് വെച്ചിട്ട് എനിക്ക് നിന്നോട് ഇഷ്ടം കുറയൊന്നുമില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ നിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്,
പക്ഷേ അത്രയും നേരം ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, നേരം വിഷമിക്കാനില്ല, എനിക്കങ്ങനെ പറ്റുന്നൊരു സമയം വരും, അപ്പം നമുക്ക് ഒരുപാട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഒരു ബൗണ്ടറി നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. ഇത്ര സമയം ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള ഒരു സംഭവം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നൈറ്റ് 8 മണി വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കാം 8 മണി വരെ ഞാൻ വർക്ക് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ ആ വർക്കിൻ്റെ സംഭവങ്ങൾ ക്ലോസ് ആക്കും, എന്നിട്ട് ബാക്കിയുള്ള സമയം നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യും എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് അത് നടക്കണമെന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ജോലി അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും മാക്സിമം നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ടൈം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഇത്ര സമയം വർക്ക് ചെയ്യുക, എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബൗണ്ടറി കൂടി നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. 5ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എഫേർട്ട്. ചെറിയ രീതിയിലുള്ള എഫേർട്ടാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിലും അതിന് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ചെറിയ രീതിയിലൊരു മെസ്സേജോ കോളോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത്രയും തിരക്കുള്ള ഒരാളാണെന്നുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾക്കറിയാം. അപ്പോൾ നിങ്ങൾ വിളിക്കുമെന്ന് തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, അതായത് നിങ്ങൾക്ക് വർക്കിൽ അത്രയും തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത്, നമ്മളിപ്പോൾ രാവിലെ വർക്കിന് കയറി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ കോഫി ടൈം ഉണ്ടായിരിക്കാം, എന്നാലും ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നവരെ നമ്മൾ തിരക്കായിരിക്കുമല്ലോ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കോൾ നിങ്ങൾ അവർക്ക് ചെയ്യാം, എന്താ നീ കാട്ടണേ, കഴിച്ചോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കാം. അപ്പോൾ അവർ വിചാരിക്കും എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയാം ഒന്നുമില്ല, എനിക്ക് നിന്റെ സൗണ്ട് കേൾക്കാൻ തോന്നി അതുകൊണ്ട് വിളിച്ചെന്ന് പറയാം. അത്ര മതി. ആ ഒരു സംഭവത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എത്രയായിരിക്കും അറിയോ, അത് അവരുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിക്കും. അത്രയധികം അവർ നിങ്ങളെ സ്നേഹിക്കും, ആ റിലേഷൻഷിപ്പും വേണമെന്ന് അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അങ്ങനെ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കോളോ മെസ്സേജോ ഒക്കെ കൊടുത്തു നോക്കാം, ഭയങ്കര സന്തോഷം. അത്രയൊക്കെ ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വേറെ കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം, അതായത് ഇന്ന സമയത്ത് നമുക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്താലോ എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് പറയുക. നിങ്ങളാണ് തിരക്കുള്ള ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറയാം, എനിക്ക് നിന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നമുക്കിങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ളത് പറയാം. മീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യണം കേട്ടോ, അതല്ലാതെ പറഞ്ഞ് പറ്റിക്കാൻ നിൽക്കരുത്. അങ്ങനെ പറ്റുന്ന ഒരു സമയം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ടൈമും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാൻ നോക്കുക. അത് അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നുള്ളതാണ്. ഇത്രയൊക്കെ മതി. നിങ്ങൾക്ക് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. വലിയ രീതിയിലുള്ള റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. ചെറിയ രീതിയിൽ റിസ്ക് എടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. ഇത് രണ്ടും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സും സുഖമൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. ചിലപ്പോൾ അത് അനുഭവമുള്ളവർക്ക് അറിയണ്ടാവും. ഭയങ്കര രസമുള്ള കാര്യമാണ്. അതായത് റിലേഷൻഷിപ്പ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക്, അതായത് നമ്മൾ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നു പറയില്ലേ, അഫ്കോഴ്സ് അത് അങ്ങനെയാണ്. ഒരു നല്ല ബന്ധത്തിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും, നമുക്ക് ഭയങ്കര സന്തോഷമാവും. അതിൻ്റെ കൂടുതൽ നമ്മൾ നമ്മുടെ ജോബും അല്ലെങ്കിൽ നമ്മുടെ ബിസി ലൈഫും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്കൊരു പേടി കൊണ്ട്, അതായത് ഈ ഒരു ജോലിയും അല്ലെങ്കിൽ ബിസി ലൈഫ് ആകുമ്പോൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു പേടി കൊണ്ട് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, ഇനിയിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാം, ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ സൊല്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്താൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ ഒരു വീഡിയോ ഞാനോട് ജോയിൻ അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്